ഫ്രണ്ട്സ്, നമ്മുടെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ CSIRന് കീഴിലുള്ള ഒരു റിസർച്ച് ലബോറട്ടറിയാണ് ഈ പറയുന്ന NAL, അതായത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് എന്ന് പറയുന്നത്. പെർമനന്റ് വാക്കൻസിയാണ്, നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റാണ്. നിങ്ങൾ മാക്സിമം ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടോ കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അത് വീഡിയോ കണ്ടിട്ടില്ല എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് കണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് വീഡിയോ കാണുക. എന്നതിന് ശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഏതൊരു അപേക്ഷ നമ്മൾ കൊടുക്കുന്ന സമയത്തും അപേക്ഷയിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നു പോയാൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ നമ്മുടെ അപേക്ഷ അവിടെ റിജക്റ്റ് ആകും. ഈവൻ മേ ബി നമുക്ക് എക്സാം ഒക്കെ എഴുതാൻ സമ്മതിക്കാം, അല്ലെങ്കിൽ എക്സാം എഴുതാൻ കോൾ ലെറ്റർ ഒക്കെ വരാം. പക്ഷേ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്തായിരിക്കാം ഈ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും. അപ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദയവായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതും ഫീ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടും അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനും ഇതിൻ്റെ സെലക്ഷനും അതിൻ്റെ എക്സാം സ്കീമും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും, അത് +2 കഴിഞ്ഞവർക്കും, ITI കഴിഞ്ഞവർക്കും, അതുപോലെ തന്നെ എല്ലാവിധ കാറ്റഗറിയിലുള്ള ഡിപ്ലോമ, ഗ്രാജുവേഷൻ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനോ ഇനി നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് കാറ്റഗറി ഉള്ളതാണെങ്കിലും PG കഴിഞ്ഞവർക്കും എല്ലാ കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. 6/6/2025 ജൂൺ 6 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ബാംഗ്ലൂരു. ഇവിടെ കാണാം നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 6 മുതൽ നിങ്ങൾക്ക് 10/7 ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. 10/7 ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10/7/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കൂടെ വേക്കൻസീസ് ഒക്കെ കാണാം. ജനറൽ കാൻഡിഡേറ്റ്സിന് 30, OBCക്ക് 27, EWSന് 8, SCക്ക് 15, STക്ക് 6, ഇങ്ങനെയാണ് റിസർവ്ഡ് വേക്കൻസി കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ പിന്നെ എക്സ് സർവീസ്മാൻ ഒരു 8 വേക്കൻസി, അതുപോലെ സ്പോർട്സ് കാറ്റഗറി ഒരു 4 വേക്കൻസി, PWDക്ക് ഒരു 6 വേക്കൻസി, ഈ പറയുന്ന എക്സ്ട്രാ വേക്കൻസി അതിലൊരു 3 വേക്കൻസി ബാക്ക്ലോഗ് വേക്കൻസിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുൾപ്പെടെ ഈ പറയുന്ന ടോട്ടൽ വേക്കൻസിയിൽ നിന്ന് ഈ എക്സ് സർവീസ്മാനും PWD അതുപോലെ സ്പോർട്സ് കാറ്റഗറി ഉള്ളവർക്കും റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസിയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഒരു 3 ബാക്ക്ലോഗ് വേക്കൻസിയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ പറയുന്ന വേക്കൻസിയിൽ. അതായത് വേക്കൻസി കുറവാണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഇത്തരം മേഖലയിലേക്കൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ വേക്കൻസി ഒക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം എന്ത് ചെയ്യുക, ഇപ്പോൾ CSIRൻ്റെ തന്നെ വിവിധ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ടെക്നീഷ്യൻ്റെ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ പേ ലെവൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പേ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെ വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് മന്ത്ലി ഒരു സ്റ്റാർട്ടിംഗ് എമൗണ്ട് ആയിട്ട് 38,500 ആണ് നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുക. അതിൻ്റെ മറ്റു അലവൻസ് ഒക്കെ പാടെ കൂടിയിട്ട് കേട്ടോ. 28 വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 10/7/2025 കണക്കാക്കി. 10/7/2025 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 28 കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, ദെൻ ഈ പറയുന്ന SC ST കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ്മാൻ, വിഡോസ്, ഡിവോഴ്സ് ഉള്ള വനിതകൾക്കൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ ഗവൺമെൻറ് റൂൾ പ്രകാരം കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ടെക്നീഷ്യൻ എല്ലാം ഒരേ കാറ്റഗറിയിലാണ് പറയുന്നത്. വിവിധ ട്രേഡുകളാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്നീഷ്യൻ. ഇതിൽ പോസ്റ്റ് കോഡ് ഇവിടെ കാണാം നിങ്ങൾക്ക് T101 എന്നുള്ളത് കാണാം. നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് 25 വേക്കൻസി. അത് ജനറൽ, OBC അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് വേക്കൻസിയും, സ്പോർട്സ് അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ, PWD അങ്ങനെയുള്ള കാറ്റഗറിക്ക് മാറ്റി വെച്ച വേക്കൻസി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഏത് കാറ്റഗറി, അതായത് നിങ്ങൾക്ക് ഇവിടെ ഓരോ പോസ്റ്റും കാണാം. എല്ലാം പാടെ ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലേക്കും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് 10ാം ക്ലാസ് 55% മാർക്കോട് കൂടി നിങ്ങൾക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ
ജസ്റ്റ് SSLC നമ്മൾ പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അതിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ 55% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് എന്നൊന്നും കേട്ട് ഞെട്ടണ്ട. നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ വേണ്ടത്, 55% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് യോഗ്യത. പ്ലസ് അതിൻ്റെ കൂടെ വെറും 10ാം ക്ലാസ് മാത്രം വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ വേണം, ഈ പറയുന്ന ഫിറ്റർ ട്രേഡ്. ഇതിപ്പോൾ ഫിറ്ററിൻ്റെതാണ് വിളിച്ചിരിക്കുന്നത്, കൂടെ കാണാൻ പറ്റും. ഓക്കെ, ടെക്നീഷ്യൻ ഇത് ഫിറ്ററിൻ്റെ ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിറ്ററിൻ്റെതിലേക്ക് നമുക്ക് ഈ ട്രേഡ് ഫിറ്റർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്റർ ട്രേഡിൽ ITI, ഇനിയിപ്പോൾ ITI അല്ലാതെയും അപ്ലൈ ചെയ്യാം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിറ്റർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫിറ്റർ ട്രേഡിൽ ITI അല്ല, നിങ്ങൾക്ക് ഇത് അവിടെ കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം 2 വർഷം നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റിഷിപ്പ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ഫിറ്റർ ട്രേഡിൽ അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്തിൻ്റെ ആവശ്യമില്ല, ITIയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ഫിറ്റർ ട്രേഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്രൻറ്റിഷിപ്പോ അല്ലെങ്കിൽ ITI ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ ഇത് ഫിറ്റർ ട്രേഡിൻ്റെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ പറയുന്നത്, ബാക്കിയൊക്കെ ജസ്റ്റ് ഞാനത് പറഞ്ഞു പോകുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. അതായത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക 55%, 10ാം ക്ലാസ് 55% മാർക്കോടുകൂടി മൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് 10ാം ക്ലാസ് 55% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ഒന്നുകിൽ നിങ്ങൾക്ക് ITI അതത് ട്രേഡ് ഏതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ, അടുത്ത വെൽഡറാണ് വെൽഡർ, ഏതാച്ചാൽ അതത് ട്രേഡുകളിൽ നിങ്ങൾ എന്താണ് ITI ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ ITIക്ക് പകരം നിങ്ങൾക്ക് എന്താണ് അതത് ട്രേഡിൽ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതത് ട്രേഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ 10ാം ക്ലാസ് വിത്ത് ITI, അതല്ലെങ്കിൽ 10ാം ക്ലാസ് വിത്ത് ഈ പറയുന്ന നമുക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ്, അതല്ലെങ്കിൽ പ്ലസ് നമുക്ക് എന്താണ് ഈ 10ാം ക്ലാസ്സും 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിറ്റർ ട്രേഡാണ് വിളിച്ചിരിക്കുന്നത്. ഫിറ്റർ ട്രേഡിൽ നിങ്ങൾ ITI അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അതിലേതെങ്കിലും ഒന്ന് വേണം. 10ാം ക്ലാസ് എല്ലാ പോസ്റ്റിലേക്കും നിർബന്ധമാണ്. ഇനി അടുത്ത പോസ്റ്റ് കോഡും കൂടെ കാണാം. T101, 102 ആണ്. ഇതിൽ 2 വേക്കൻസിയാണ്. ഇവിടെ നോക്കണം കേട്ടോ, നിങ്ങൾ OBCക്കും EWC കാൻഡിഡേറ്റ്സിനും മാത്രമേ ഇതിലേക്ക് വേക്കൻസി ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ട്രേഡ് വെൽഡറാണ്. അപ്പോൾ വെൽഡർ ട്രേഡിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 55% മാർക്ക് വേണം. പ്ലസ് എന്താണ് വെൽഡർ ട്രേഡിൽ ITI വേണം. ഇനി ITI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽഡർ ട്രേഡിൽ 2 വർഷം ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് അപ്രൻറ്റീഷിപ്പും ഇല്ല ITI ഇല്ല, നിങ്ങൾക്ക് വെൽഡർ ട്രേഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിൽ 55% മാർക്ക് വേണമെന്ന് എല്ലാ പോസ്റ്റിലേക്കും നിർബന്ധമാണ്. ബാക്കിയുള്ളത് എന്താണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് കാണാം T103 ആണ്. ഇതിലേക്ക് കാണാം നിങ്ങൾക്ക് OBC 1, SC 1, PWD കാൻഡിഡേറ്റ്സിലെ OH കാറ്റഗറിക്ക് ഒരു വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ടേണറാണ് ട്രേഡ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് 3 ഇയർ ഡ്യൂറേഷനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിത് അറിയാതെ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പലരും വീഡിയോ സീക്ക് ചെയ്തെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ കാണുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാനിപ്പോൾ മുകളിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് കേൾക്കാതെ വരും ചെയ്യും, ഇത് കേട്ട് ആകെ കൺഫ്യൂഷൻ ആണ് അടിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത് കാണാം പോസ്റ്റ് കോഡ് T104 ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ജനറൽ ഒരു വേക്കൻസി. അപ്പോൾ ജനറലിൽ നിന്നുള്ള കണ്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും ആർക്കും വേണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. OBC 4, AWC, SC ഇങ്ങനെ എക്സ് സർവീസ്മാന് ഒക്കെ ഇതിൽ വേക്കൻസികളുണ്ട്. അതിലും കാണാം ഇലക്ട്രിക്കലാണ് ട്രേഡ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ പിന്നെ മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വേക്കൻസികളോടെ നിങ്ങൾക്ക് നോക്കാം. ജനറൽ, OBC, EWC ഇതിനൊക്കെ വേക്കൻസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതൊക്കെ പോസ്റ്റ് കോഡ് നോക്കണം നിങ്ങൾ, അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ജനറൽ വേക്കൻസി ഉണ്ട്. SCക്ക് 1, പിന്നെ എക്സ് സർവീസ്മാൻ ആണ്. പിന്നെ അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം മുകളിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ സ്കീം ഈ എല്ലാത്തിലും സെയിം പാറ്റേൺ ആണ്. ഓക്കെ, ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ITI, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് 2 വർഷം ഡ്യൂറേഷണൽ അപ്രൻറ്റീഷിപ്പ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ്. അത് ഈ പറയുന്ന ട്രേഡുകളായിരിക്കണം. ഇവിടെ ലിസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളായിരിക്കണം. അതാണ് പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ T107ലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇതിൽ ജനറൽ വേക്കൻസിയാണ്, ആർക്കും വേണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്തത് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് T108 ആണ്. ഇതിലേക്ക് മെക്കാനിക്കലാണ് ട്രേഡ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് മെക്കാനിക്കലിൽ ITI അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ OBCക്ക് റിസർവ് വേക്കൻസിയാണ്. ഓക്കെ, അടുത്തത് T109 ആണ്, ഇലക്ട്രോണിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ 3, OBC 4, EWC 1, SC 2 എങ്ങനെയാണ്. പിന്നെ സ്പോർട്സിൽ STയിൽ ഒരു വേക്കൻസി എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കട്ടോ, പോസ്റ്റ് കോഡ് നോക്കുക. അവിടെ എല്ലാം ഞാൻ പറയുമ്പോൾ നമുക്ക് വെറുതെ ടൈം നീട്ടേണ്ട വെച്ചിട്ടാണ്. OBC 2, EWC 2, SC 1.
അടുത്ത ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് ആണ്. ഇതിലേക്ക് ജനറൽ വാക്കൻസിയാണ്, ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യട്ടോ. ഇപ്പോൾ ജനറൽ എന്നുള്ളത് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് ഏത് കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതായത് റിസർവ്ഡ് വാക്കൻസി മാത്രമേ ഉള്ളെങ്കിൽ അതത് കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് T112 ആണ്, OBCക്ക് ഒന്ന്, PWD VH കാറ്റഗറിക്ക് ഒരു വാക്കൻസിയാണ്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ T113 ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് SC ST ഓരോരോ വാക്കൻസിയാണ്. ജനറൽ കാൻഡിഡേറ്റ്സിനൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, അതായത് കോപ്പയും അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേതെങ്കിലും ഒരു ട്രേഡ് കേട്ടോ ഈ പറഞ്ഞ രീതിയിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് T114 OBCക്ക് വാക്കൻസി മോട്ടോർ മെക്കാനിക് ആണ്. ഇനി അടുത്ത ഇലക്ട്രോ പ്ലേറ്റർ, ജസ്റ്റ് ഇതിൽ OBCക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ദെൻ പെയിൻറ്റർ ജനറൽ, ഇതിൽ ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷീറ്റ് മെറ്റൽ, ഇതിൽ എക്സ് സർവീസ്മാന് മാത്രമേ വാക്കൻസി ഉള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്തത് ഹൗസ് കീപ്പറാണ്, ഇതിലേക്ക് EWS കാൻഡിഡേറ്റ്സിന് മാത്രമേ റിസർവ്ഡ് വാക്കൻസി ഉള്ളൂ. ദെൻ അടുത്ത് കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ വെച്ച് വീഡിയോ കാണുന്നവരാണെങ്കിലും മുന്നോട്ട് കാണണം കേട്ടോ. തുടക്കത്തിൽ കാണണം, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് OBCക്ക് ഒരു വാക്കൻസി. പിന്നെ അതുപോലെ എക്സ്റേ ടെക്നീഷ്യൻ, നിങ്ങൾക്ക് ജനറൽ ഒരു വാക്കൻസി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. ഇതൊക്കെ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന ഇതിലുപരി കോമൺ ആയിട്ട് മുകളിൽ നമ്മൾ ഒരു പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് യൂസ് ആണോ അതല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ടെല്ലാം നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഫിസിയോതെറപ്പിയാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് OBCക്ക് ഒരു വാക്കൻസിയാണ്. പിന്നെ ക്ലിനിക്കൽ ഓർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യനാണ്, ഇതിൽ എക്സ് സർവീസ്മാൻ ആണ് കേട്ടോ വാക്കൻസി ഉള്ളത്. അപ്പോൾ അവർക്ക് മാത്രമതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണ് വാക്കൻസിയും അതിൻ്റെ എന്താ പറയുക ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ കാര്യങ്ങളാണ് നോക്കുന്നത്. 2 സ്റ്റേജാണുള്ളത്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾ അതത് ട്രേഡുകളുണ്ടല്ലോ, ആ ട്രേഡിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രേഡ് ടെസ്റ്റിന് വേണ്ടി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അവർ തീരുമാനിക്കുന്ന പോലെയാണ് കേട്ടോ. ഓക്കെ, സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാവും, അവർ തീരുമാനിക്കുന്ന ക്രൈറ്റീരിയ ആയിരിക്കും, മേ ബി മാർക്കായിരിക്കും. അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപ് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എയർപോർട്ട് ജോബ്സ്. ഓക്കെ, അത് നല്ലൊരു എൻട്രിയാണ് നിങ്ങൾക്ക് AI ക്ലാസ്സിൻ്റെ. അതായത് നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് ഏവിയേഷൻ കോഴ്സ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ഏവിയേഷൻ സെക്യൂരിറ്റി കോഴ്സൊക്കെ അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ നമ്മളിപ്പോൾ ഒരുപാട് അപേക്ഷകൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് സ്ക്രീനിങ് കമ്മിറ്റി അല്ലെങ്കിൽ ആ സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. എല്ലാ അപേക്ഷ സ്വീകരിച്ച് എല്ലാവർക്കും എന്താണ് ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആയിരക്കണക്കിന് അപേക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സെക്ടർ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മുടെ മാർക്ക് നോക്കും. അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ പഠിക്കുക, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അക്കാദമിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള സമയത്തൊക്കെ സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ മെയിനായിട്ട് എടുക്കുന്നത് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ എത്രത്തോളം മാർക്ക് ഉണ്ട്, അപ്പോൾ അതിന് കട്ട് ഓഫ് മാർക്ക് വെക്കും. ഇപ്പം എന്താണ്, നമുക്ക് ഒരു പെർസെൻറ്റേജ് വെക്കും, അല്ലെങ്കിൽ 80% മുകളിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രം എന്ത് ചെയ്താൽ അത് ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മിനിമം 80% ഇല്ലെങ്കിൽ നമ്മളെ വിളിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അത് അവരുടെ പ്രശ്നമല്ല, കാരണം അത്രയും അപേക്ഷകളാണ് ഓരോ ഇതിനും പോകുന്നത്. നമ്മളെന്താണ് എക്സാം സെൻറ്ററും അതുപോലെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, കമൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സാം സെൻറ്റർ എവിടെയാണ്, അതുപോലെ നമുക്ക് മലയാളത്തിൽ എക്സാം ഉണ്ട്. നമ്മളങ്ങനെ കുറേ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഒരു ലെവൽ വെച്ച് കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ എന്താണ് തുടരാനുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പം എന്നാൽ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിലൊക്കെ എല്ലാവിധ എക്സാമുകളും എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളും എഴുതണം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എക്സാം സെൻറ്റർ നോക്കരുത്, നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അതായത് പഠിക്കുന്നതിനും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിന് കറക്റ്റായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയും, നമ്മൾ കറക്റ്റായിട്ട് എന്താണ് കാര്യങ്ങൾ നമ്മളൊരു ഗ്യാപ്പ് ഇല്ലാതെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ബ്രേക്ക് ചെയ്യാതെ പഠിക്കുക. അതായത് നമുക്ക് അതിലൊരു ഗ്യാപ്പൊന്നും വരരുത്. അപ്പോൾ നമുക്ക് നിരന്തരം എക്സാമുകൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, PSCക്ക് ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ വന്നാൽ പിന്നീട് വരുന്ന ലിസ്റ്റിലൊക്കെ അവരുണ്ടാവും. കാരണം അതിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങൾ ആ സിലബസൊക്കെ അവർ ഓൾറെഡി കവർ ചെയ്തു, പിന്നെ അവർ റിവിഷൻ ചെയ്താൽ മതി ഓരോ എക്സാമിനും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പൾസ് അറിയാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഏതൊരു എക്സാം വരുമ്പോൾ അങ്ങനെ ഒരുപാട് സ്കില്ല് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ആ ഒരു കഴിവൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഓരോ എക്സാം വരുമ്പോൾ തട്ടിക്കൂട്ടി പഠിച്ചാലൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്യാമെന്നൊക്കെയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എക്സാം സെൻറ്റർ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ഈ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ നിൽക്കേണ്ട. എല്ലാ രീതിയിലും നമ്മൾ മാക്സിമം നമ്മളുടെ ഒരു ഏജ് ഉണ്ട്, ആ ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചോദിക്കാൻ വരെ നമ്മൾ എലിജിബിൾ അല്ല, കാരണം നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നമുക്കുള്ള ഏജിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം നമുക്ക് ഏജ് എന്ന് പറയുന്നത് വലിയൊരു ക്രൈറ്റീരിയ ആണ്. നമ്മളത് പല കാര്യങ്ങൾക്കും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി എന്ത് ചെയ്യും, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാവർക്കും സ്റ്റേജ് 1 അവർ എന്താണ് അപ്പിയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. സ്ക്രീനിങ് കമ്മിറ്റി അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ, മേ ബി നമ്മുടെ അക്കാദമിക് പെർഫോമൻസ് ആയിരിക്കും, അത് നിങ്ങൾക്ക് ITക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് കിട്ടിയിരിക്കുന്ന നിങ്ങൾ അതിൻ്റെ ഒരു മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കിട്ടിയിരിക്കുന്ന മാർക്ക്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും മേ ബി അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ട്രേഡ് ടെസ്റ്റിലേക്ക് നമ്മൾക്ക് ആ ഒരു ചാൻസ് തരുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാം, സ്ക്രീനിങ് കമ്മിറ്റി വിൽ അഡോപ്റ്റ് ഇറ്റ്സ് ഓൺ ക്രൈറ്റീരിയ ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ടു ബി കോൾഡ് ഫോർ ട്രേഡ് ടെസ്റ്റ്. അപ്പോൾ ട്രേഡ് ടെസ്റ്റിന് സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ അതെങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനിക്കും. അത് അവരുടേതായുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അതിലേക്ക് എടുക്കുക. അപ്പോൾ അത് നമ്മൾ അവിടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ഈ പറയുന്ന ട്രേഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേജ് 2ലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പിയർ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതിൽ 3 പേപ്പറാണ്, പേപ്പർ 1, 2 and 3 ഇങ്ങനെ 3 പേപ്പർ ഉണ്ടായിരിക്കുക. ഈ 3 പേപ്പറിൽ ആദ്യത്തെ പേപ്പർ നിങ്ങൾ നിശ്ചിത ഒരു കട്ട് ഓഫ് ഉണ്ടാകും, അത് ക്ലിയർ ചെയ്താൽ മാത്രമേ പേപ്പർ 2ും പേപ്പർ 3ും അവരെന്ത് ചെയ്യുന്നുള്ളൂ നോക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ നേരെ അവരെന്ത് ചെയ്യില്ല, നിങ്ങൾ പേപ്പർ 1 ക്വാളിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ പേപ്പർ 1 നിങ്ങൾ ഫെയിൽ ആയാൽ പിന്നെ ബാക്കി പേപ്പർ 2ഉം 3 അവർ എന്ത് ചെയ്യില്ല, നോക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റേജ് 1 ട്രേഡ് ടെസ്റ്റ് ആണ് പറഞ്ഞു. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, അല്ലെങ്കിൽ അതാണ് നമ്മളവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് എക്സാം ആണ്. അത് മേ ബി OMR ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കാം. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് വന്ന എൻക്വയറീസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പല ഉദ്യോഗാർത്ഥികൾക്കും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ PC ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ എക്സാം എഴുതാമെന്നുള്ളതാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ. അതത് അംഗീകൃതമായിട്ടുള്ള സെൻറ്ററുകളുണ്ട് എക്സാം നടത്തുന്നത്. അപ്പോൾ PSC ഒക്കെ ഇപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് പല സെൻറ്ററുകളുണ്ട്. അതുപോലെ മറ്റു SSCയുടെ എക്സാം നടക്കുന്നത് കാണാം. അപ്പോൾ അതത് സെൻറ്ററുകളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. പക്ഷേ അവിടെ നമുക്ക് OMR, അതായത് ഒരു പേനയും അല്ലെങ്കിൽ ഒരു ഷീറ്റും വെച്ചിട്ടല്ല, നമ്മൾ കമ്പ്യൂട്ടറിലാണ് എക്സാം എഴുതുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടത്. ഓക്കെ, ദെൻ മീഡിയം ഓഫ് എക്സാമിനേഷൻ നമുക്ക് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും, ഹിന്ദിയിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടാവുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, വായിച്ച് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IT അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ആ ലെവൽ വെച്ചായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യൻ ആയിരിക്കും 2.5 മണിക്കൂർ ടോട്ടൽ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അപ്പം 3 പേപ്പർ ഉണ്ടെങ്കിലും ഒരൊറ്റ എക്സാം തന്നെയാണ്. അപ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റിയാണ്. 50 ക്വസ്റ്റ്യൻ ആണ്, 100 മാർക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് വരിക. അടുത്തത് പാർട്ട് 2 വരുന്നത് 30 മിനിറ്റാണ് വരുന്നത്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ. ഇവിടെ ഒന്ന് തെറ്റായി രേഖപ്പെടുത്തിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. ഓക്കെ കേട്ടോ, അതിൽ 75 മാർക്കാണ് വരിക നിങ്ങൾക്ക്. ഓക്കെ, ഓരോന്നിനും തെറ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ഇനി പേപ്പർ 3 വരുന്നത് 50 ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ IT അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിൽ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്. ഇപ്പോൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വെൽഡർ ആണെങ്കിൽ വെൽഡർ, കോപ്പയാണെങ്കിൽ കോപ്പയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 50 ഉണ്ടായിരിക്കുക. ഓക്കെ, അവിടെയും നിങ്ങൾക്ക് എന്താണ് 150 മാർക്കാണ് ടോട്ടൽ വരുന്നത്. 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും തെറ്റായി രേഖപ്പെടുത്തിയാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാം ടൈം, വെന്യൂ, കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും വേഗം കമൻ്റായിട്ട് ചോദിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എക്സാം സെൻറ്ററൊക്കെ നോക്കി ഇരിക്കേണ്ട. നിങ്ങൾക്ക് ബാംഗ്ലൂരിലായിരിക്കും സെൻറ്റർ കൂടുതൽ. പിന്നെ പല ഓർഗനൈസേഷനും എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപേക്ഷകളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് സെൻറ്ററൊക്കെ പുതിയതൊക്കെ അവരെന്ത് ചെയ്യും, അതിനൊക്കെ അനുസരിച്ച് അറേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി നമുക്ക് കേരളത്തിലും ആ ഒരു പോസിബിലിറ്റി പറയാൻ പറ്റില്ല. ഓക്കെ, കൂടുതൽ അപേക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ പരിഗണിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് ഇമെയിൽ നിങ്ങളുടെ കൊടുക്കുന്ന ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മെയിൽ ID ഇല്ല, ആ മെയിൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി അറിയിക്കും. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. CSERൽ നിങ്ങൾ ജോയിൻ ചെയ്താലുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങളുടെ സാലറിക്ക് പുറമെ DA, HR, അതുപോലെ TA, പിന്നെ മറ്റ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് പെൻഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ ട്രാവൽ കൺസെഷൻ, ലീവ് ട്രാവൽ കൺസെഷൻ, അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങളും കാര്യങ്ങളും പ്രൊമോഷൻ സാധ്യതയും
എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം, എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എവിടേക്കാണെങ്കിലും ട്രാൻസ്ഫർ കിട്ടാവുന്ന പോസ്റ്റാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിലധികം പോസ്റ്റ് കോഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ പേയ്മെൻ്റ് ഒക്കെ നടത്തണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൻഡ് കളർ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഇതിലേക്ക് 50 KB കൂടാൻ പാടില്ല. ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് ഒരു 4 ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് കോപ്പി നമ്മളെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. കാരണം അത് സെലക്ട് ആയി കഴിഞ്ഞാൽ അത് ആവശ്യപ്പെടും, അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കട്ടെ. നമ്മൾ SBI കളക്റ്റിലൂടെയാണ് ഫീ അടയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ UPI, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോൺ പേ ഒക്കെ വെച്ചിട്ട് ഫീ അടയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. എന്തായാലും SC ST PWD അതുപോലെ എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു സ്പേസിൽ അവിടെ 00 എന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അവർ. ഓക്കെ, ഇവിടെ 00 എന്ന് ഇവിടെ കൊടുത്ത പോലെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാറ്റഗറി ഫീ അടയ്ക്കേണ്ട, ഫീ എന്താണ് ബാധകമല്ലാത്ത ഉദ്യോഗാർത്ഥികൾ. എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ 500 രൂപ അപേക്ഷ ഫീസായിട്ട് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലൊക്കെ യാതൊരു ഫീസും വേണ്ട. അപ്പോൾ ഫീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 500 രൂപയാണ്. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. ഒന്നിലധികം അപ്ലൈ ആണെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഫീ വേണ്ട. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ PDF ആക്കി നമ്മൾ മാറ്റണം കേട്ടോ. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രമൊക്കെ ആയിപ്പോയാൽ ഇവിടെ കാണാം ഈ നമ്മുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ചെയ്യുന്ന പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ PDF ആക്കണം. ഏതൊക്കെയാണ് സിംഗിൾ PDF ആക്കേണ്ടത്, എന്താണ് ഓർഡർ എന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് ഓർഡറൊക്കെ അവർ പറയുന്നുണ്ട്, അതിവിടെ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് എടുത്തു വെക്കേണ്ടത്, അതായത് SBI കളക്ട് ഈ റെസിപ്റ്റ് വേണം കേട്ടോ. ഓക്കെ, SBI കളക്ട് ഈ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും വേണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പേജിൽ വെക്കേണ്ടത് SBI ഈ റെസിപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ റെസിപ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ള ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അതുപോലെ തന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഇത് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ PDF ആക്കണ്ട. ഇനി സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, ആ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്, അവിടെ നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, PDF ആക്കണ്ട. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇതാ. പിന്നെ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അടുത്ത രണ്ടാമത്തെ പേജ് PDF വേണ്ടത്. ഇത് നിങ്ങൾക്ക് PDF ആക്കിയിട്ട് നിങ്ങളിങ്ങനെ മെർജ് ചെയ്താൽ മതി കേട്ടോ. സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് മെർജ് ചെയ്യാനുള്ള ഓൺലൈൻ ടൂൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ PDF എന്ന് പറയുന്നത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വെക്കണം. മൂന്നാമത്തെ നിങ്ങൾ ITൻ്റെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വെക്കേണ്ടത്. ദെൻ നാലാമത്തെ നിങ്ങൾ +2 ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2ൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെക്കാം. ദെൻ അഞ്ചാമത്തെ ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രാജുവേഷൻ്റെ വെക്കാം. ദെൻ ആറാമത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാം. പിന്നെ ഏഴാമത്തെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, SC ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് EWS ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അത് വെക്കണം. ദെൻ എട്ടാമത്തെ നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടർ ഏതെങ്കിലും ഒന്ന് മതി. അത് സ്കാൻ ചെയ്തിട്ട് PDF ആക്കി ഇതിൻ്റെ കൂടെ. അങ്ങനെ നമ്മളിതൊരു സിംഗിൾ PDF ആയിരിക്കണം. മാക്സിമം 5 MB വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. മാക്സിമം 5 MB വരെ പോകാൻ പറ്റുള്ളൂ ഫയൽ സൈസ്. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ എല്ലാ PDFും നമ്മൾ എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. ഓരോ സിംഗിൾ PDF ആക്കിയിട്ട് അത് മെർജ് ചെയ്യണം. അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് PDF ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പുകളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡിലൊക്കെ. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നിലവിൽ എന്താണ്, വിഡോസ് അല്ലെങ്കിൽ ഡിവോഴ്സിനുള്ള വനിതകൾക്കുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇത് നിലവിൽ NOC എന്ന് പറയുന്നത് നിലവിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. ഓക്കെ, ഇത് അടുത്തത് വരുന്നത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഡോക്യുമെൻറ്റ്സ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് ഡോക്യുമെൻറ്റ്സ് ആണ് നിർബന്ധമായിട്ട് നമ്മൾ സിംഗിൾ PDF ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ SC ST OBC അങ്ങനെയുള്ള റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകളൊക്കെ അവരിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഒന്ന് ഇതാണ്, ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് സെയിം ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സ് തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും പാടുണ്ടാവും. ഇതും അവർ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നമ്മൾ ഈ ക്രിമിനൽ വിഭാഗത്തിൽ പെട്ടതല്ല എന്ന് നമ്മളെന്താണ് ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫുൾ നെയിം ഇത് നിങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഫോം ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു അനുബന്ധം നിങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇതൊക്കെ കൊടുത്ത് പ്ലേസും ഡേറ്റും ഇതാണ് വേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ എന്ത് ചെയ്യണം
ചെയ്യണം. ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത് തരികയാണ് വേണ്ടത്. ഓക്കെ, അതല്ലാതെ ഒരു OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും പാടെ വെക്കേണ്ടത്. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് OBC ക്രിമിലിയർ അല്ല, നമ്മൾ നോൺ ക്രിമിലിയർ ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഡിക്ലറേഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാതൃകകളൊക്കെ ഇതിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അസൈൻ നോട്ടിഫിക്കേഷനിൽ തന്നെ അത് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. കാരണം ഇവിടെ GOC ലെജുലാൻഡ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്തോളൂ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. കാരണം ഇതിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ്, പ്രധാനമായിട്ടും പ്രൈവറ്റ് ജോബ്സ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. വലിയ വലിയ കമ്പനികളും പിന്നെ എയർപോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ മന്ത് വൈസ് ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞു പിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ലിങ്കുകളൊക്കെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആഡ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സിൽ കാണാം CSER NAL ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ താഴെ ഉണ്ടാവും 5 പോസ്റ്റ് ഇതിൽ നിൽക്കുള്ളൂ. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കണ്ടെത്താം. ഇതില്ലെങ്കിൽ ഇവിടെ CSER NAL എന്ന് അടിച്ചു കൊടുത്താലും മതി നമ്മുടെ സെർച്ച് ബാറിൽ. അപ്പോൾ ഞാനിവിടെ CSER NAL എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ, അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ചെയ്താൽ കാണാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം, അപ്ലിക്കേഷൻ ഫോം കാണാം. ഇനി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ വാട്സപ്പ് ലിങ്കാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ. ഇതൊക്കെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം യൂസർ രജിസ്ട്രേഷനാണ്. ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള പേജാണ് പോർഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ രജിസ്റ്ററിന് അവൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഡ്വർടൈസ് നമ്പറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 5/2025 അപ്പോൾ നമുക്ക് അഡ്വർടൈസ് നമ്പറൊക്കെ അതാണോ, 5/2025. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ആഡൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ നോക്കണം അതെന്നാണ് ഇവിടെ കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആദ്യം ഞാനിത് ഫില്ല് ചെയ്തിരുന്ന് കാണിക്കട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന വാല്യൂസ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പേര് കൊടുത്തു, മെയിൽ ID കൊടുത്തു, പാസ്വേഡ് നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്താണ് നമ്മുടെ ID അല്ലെങ്കിൽ പാസ്വേഡോ ഇതൊക്കെ മറന്നു പോയാൽ നമുക്ക് പെട്ടെന്ന് അത് റിക്കവർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫാദറിൻ്റെ പേര് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. നിങ്ങളുടെ പെറ്റിൻ്റെ പേര് എന്താണ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ചെയ്യാം. ഫസ്റ്റ് സ്കൂൾ നെയിം ഏതാണ്, ഓക്കെ, എന്നിട്ട് അതിൻ്റെ പേര് നിങ്ങളിവിടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതേ സെക്യൂരിറ്റി ക്വസ്റ്റ്യനാണ് വരിക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ക്യാപ്ച അടിക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ സക്സസ്ഫുൾ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ആക്കി കാണിക്കാം. ഓക്കെ, അത് നമ്മുടെ മെയിൽ ID. ഓക്കെ, അവിടെ തന്നെ നമ്മുടെ മെയിൽ IDയും അതുപോലെ തന്നെ പാസ്വേഡൊക്കെ കാണിക്കും കേട്ടോ. ഓക്കെ, അത് പെട്ടെന്ന് നമുക്കത് ഈ പറയുന്ന അപ്ലൈ എന്നുള്ള അതിലേക്കാണ് ഡയറക്റ്റ് പോവുക. ജസ്റ്റ് നമ്മളിവിടെ അക്നോളജ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. സബ്മിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നേരം കാണാം അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണാം. അതുപോലെ സെലക്ട് പോസ്റ്റ് കോഡ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് കോഡ് നോക്കണം. ഞാൻ നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, പോസ്റ്റ് കോഡ് ഇതൊന്ന് ഡിലീറ്റ് ആകട്ടെ. ഓക്കെ, ഇതാണ് പോസ്റ്റ് കോഡ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം T101. ഇതൊരു പോസ്റ്റ് കോഡാണ്. അടുത്തത് നിങ്ങൾക്ക് T102 ആണ് വരിക. അപ്പോൾ അത് നോക്കണം നിങ്ങൾ ഏതിലാണ് നിങ്ങളുടെ ട്രേഡ് വരുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിറ്ററാണ് IT കഴിഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് 101 ആണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത് 101 ആണ്. ഓക്കെ, ടെക്നീഷ്യൻ 101. അപ്പോൾ അതിവിടെ കാണിക്കും. ഇനി അടുത്ത നമ്മളോട് ചോദിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ള, അത് നിങ്ങൾ ബൈ ബർത്ത് ആണെങ്കിൽ ഡൊമസൈൽ താമസിച്ചിട്ടുള്ള സിറ്റിസൺഷിപ്പ് ആണോ കിട്ടിയിരിക്കുന്നത്, നമ്മൾ ജനിച്ചതാണ്. അപ്പോൾ നമ്മൾ ബൈ ബർത്ത് എന്നുള്ളത് കൊടുക്കാം. നെയിം ഓഫ് സ്റ്റേറ്റ് നമ്മൾ കേരള എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം മെയിൽ ഓർ ഫീമെയിൽ ഏതാണ് വിചാരിച്ചത് കൊടുക്കാം. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഏതാണ് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ ജനിച്ച സ്ഥലമാണ് അവിടെ കൊടുക്കേണ്ടത്. ദെൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ ഇവിടെ ഫാദറിൻ്റെ പേര് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മുടെ ഏജ് കൗണ്ട് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അടിസ്ഥാനമാക്കി ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചും പാടെ കാണാൻ വേണ്ടിയിട്ടാണ് സൂം ചെയ്യുന്നത് കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് SC/ST ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അതർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അവരുടെ റിലീജിയൻ ഇവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഹിന്ദു ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ജസ്റ്റ് ഇവിടെ നോ കൊടുത്താൽ മതി. ഇനി SC/ST ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം.
ഇവിടെ SC/ST അല്ലെങ്കിൽ OBC ആണെങ്കിൽ ഇവിടെ ചോദിക്കും ഇതിലേതാണ് OBC എന്നുള്ളവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. SC/ST ആയിരിക്കും. ഞാനിവിടെ എളുപ്പത്തിന് നമ്മൾ നോ ആണ് കൊടുക്കുന്നത്. അല്ല PWD കാൻഡിഡേറ്റ്സ് ശാരീരിക പ്രശ്നങ്ങൾ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കാം. അതുപോലെ തന്നെ യെസ് കൊടുത്ത ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഒക്കെ അവിടെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി ഒക്കെ അവിടെ കൊടുക്കണം കേട്ടോ. ഇനി എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. യെസ് കൊടുത്തതിൻ്റെ സെലക്ട് കാറ്റഗറി ഒക്കെ നമ്മൾ കൊടുക്കണം. ഏത് റാങ്കിലായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ CSER അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക. കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ഇവിടെ ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളത് ചോദിക്കും. നമ്മളിവിടെ നോ കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അഡ്രസ്സാണ്. കോറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. കംപ്ലീറ്റ് അഡ്രസ്സ് നമ്മളവിടെ കൊടുക്കുക. ടൗൺ സിറ്റി ഏതാണ്, സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ദെൻ കൺട്രി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിൻകോഡ് നമ്മളവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഇവിടെ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സ് അത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് വാല്യൂസ് കൊടുക്കാത്തത്. നിങ്ങളൊന്ന് വിചാരിക്കുക, കാരണം പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. നമ്മളിതൊക്കെ കറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ സമയം പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ CSER ലബോറട്ടറിയിലോ അല്ലെങ്കിൽ CSERൻ്റെ മറ്റു റിസർച്ച് സെൻറ്ററിൽ എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ, എംപ്ലോയീസ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ അവരുടെ പേരും ഡെസിഗ്നേഷനും നെയിം ഓഫ് ദ ലാബും റിലേഷൻഷിപ്പൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ നോ ആണ് കൊടുക്കുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ബ്ലാങ്ക് ആക്കി വിട്ടാൽ ഇങ്ങനെ കാണിക്കിട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ കണ്ട ഒരു റെഡ് കളറിൽ എൻ്റർ നെയിം ഓഫ് യുവർ റിലീജിയൻ. അപ്പോൾ നമ്മൾ നെയിം ഓഫ് റിലീജിയൻ ഇവിടെ കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ നോ കൊടുത്താലും യെസ് എന്ന് കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, നെയിം ഓഫ് ദ റിലീജിയൻ ഇവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഏതാണ്, ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു എന്ന് കൊടുക്കണം നമ്മൾ. ഓക്കെ. ഇനി മുസ്ലിം ആണെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളത് കൊടുക്കണം കേട്ടോ. ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ളത് കൊടുക്കണം. ഓക്കെ. അത് പ്രത്യേകം മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്നുകൂടെ സൂം ആക്കണേ. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് 10ാം ക്ലാസ് ആണ്. ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇത് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ CBSE അതൊക്കെ ആണെങ്കിൽ അനുസരിച്ച് നിങ്ങൾ കൊടുക്കണേ കറക്റ്റായിട്ട്. ടോട്ടൽ മാർക്ക് നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 680 വരിക ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ അത് 680 ഇടുക. മാർക്ക് സെക്യൂർഡ് നിങ്ങൾ നേടിയ മാർക്ക് കിട്ടിയ മാർക്ക് 580 കിട്ടിയെന്ന് വിചാരിക്കുക. അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഇവിടെ പെർസെൻറ്റേജ് ഓഫ് CGPA എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെറുതെ ഒരു പെർസെൻറ്റേജ് ആക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ വെറുതെ കൊടുത്താട്ടോ, ഞാനതിപ്പോൾ പെർസെൻറ്റേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ക്ലാസ് ഓഫ് ഡിവിഷൻ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഏതാഴ്ച നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. സബ്ജക്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 10th ക്ലാസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എത്ര ക്യാരക്ടർ പോകും നമുക്ക് നോക്കാം കേട്ടോ. എത്ര ക്യാരക്ടർ പോകും നോക്കാം. അത്യാവശ്യം പോകുന്നുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഇതിൽ അടിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കാം നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എല്ലാ സബ്ജക്റ്റും ഇതിൽ ഫില്ല് ആകുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SSLC എന്നിട്ടിട്ട് ജനറൽ എന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇയർ ഓഫ് പാസിംഗ് ആണ്, നമ്മൾ പാസ് ഔട്ടായ ഇയറൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഓക്കെ. അതിനുശേഷം റിസൾട്ട് വന്ന ഡേറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ മാർക്കും അതുപോലെ നിങ്ങൾ നേടിയ മാർക്കും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ജസ്റ്റ് ഞാൻ കാണിക്കാം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വരാം. ഇവിടെ കാണാം നിങ്ങൾക്ക് ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇവിടെ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടൂൾ ഉണ്ട് ഇവിടെ പെർസെൻറ്റേജ് അറിയാതെ അത്ര അക്യുറേറ്റ് അല്ല. ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗ്രേഡിനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കുകയും ആ പെർസെൻറ്റേജിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ മാർക്ക് അറിയാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോളംസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ പെർസെൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മളവിടെ ഫില്ല് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്താണ്, IT ആണ് എടുക്കുന്നത്. അപ്പോൾ 3 ഓപ്ഷനാണ്. ഒന്നുകിൽ IT എടുക്കാം, അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് എടുക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ IT ആണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യാം, ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനം ഏതാഴ്ച അടിച്ചു കൊടുക്കാം. ഇനി അതിൽ ടോട്ടൽ മാർക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് എന്നും ടോട്ടൽ മാർക്ക് അടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ 1000 ആണ് ടോട്ടൽ മാർക്ക് എന്ന് വിചാരിക്കാം. കിട്ടിയ മാർക്ക് എന്താണ്, 880 ആണ് വിചാരിക്കാം. ഓക്കെ. പെർസെൻറ്റേജ് എന്ത് ചെയ്യാം, 88 എന്നുള്ളത് ജസ്റ്റ് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ. ക്ലാസ് സെലക്ട് ചെയ്യാം. സബ്ജക്റ്റ് നമ്മൾ ITI ഫിറ്റർ ഏതാണ് വെച്ചാൽ അത് നമ്മളവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ് ഔട്ട് ആയ ഇയർ നമ്മളിവിടെ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കാം. ഓക്കെ. നമ്മൾ റിസൾട്ട് വന്ന ഡേറ്റ് ഇതിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് അനദർ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇതിൽ +2 ഡിപ്ലോമ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക്
ഓക്കെ, ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിന്ന് എന്ത് ചെയ്യാം, വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഇതിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ട്രേഡ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റർ ആയിട്ടിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് കേട്ടോ. ഓക്കെ, ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് നമ്മളെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവും, ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാൻ 2021 മുതൽ ഞാൻ 2023 വിചാരിക്കാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൊടുത്തു. ഇയർ ഓഫ് പാസിങ് 2023 അത് കൊടുത്തു. ഇനി അപ്രൻറ്റീസ്ഷിപ്പ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഉണ്ടെങ്കിൽ കൊടുത്താൽ അതില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അഡീഷണൽ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമുക്ക് ഈ പറയുന്നപ്പോൾ എന്താണ് SSLC അല്ലെങ്കിൽ IT. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ടും കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 10 ആണ്. ഇനി അല്ല ITI വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് IT ആണ് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിന് ശേഷം അതായത് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നേടിയ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ IT നേടിയെന്ന് പറഞ്ഞാൽ ഇവിടെ പാസ് ഔട്ട് ആയത് 2023 ഈ പറയുന്ന റിസൾട്ട് വന്ന ഡേറ്റ് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, റിസൾട്ട് വന്ന ഡേറ്റ് 1/6/2023 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇനി വേറെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതേഴ്സിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അടുത്തവിടെ വെദർ വിസിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ്റെ പുറത്ത് എവിടെയെങ്കിലും ടൂറോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയവരാണെങ്കിൽ അതായത് നെയിം ഓഫ് ദ കൺട്രി, നിങ്ങൾ ഏത് രാജ്യത്താണ് വിസിറ്റ് ചെയ്തത്, അതിൻ്റെ ഫ്രം ടു ഡേറ്റ് കൊടുക്കണം, പർപ്പസ് ഓഫ് വിസിറ്റ് കൊടുക്കണം, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ്, ഇതൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ പോയിട്ടില്ലേ നമുക്ക് സിംപ്ലി ഇവിടെ നോ എന്ന് കൊടുത്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്കാണ്. അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ SBI കളക്റ്റിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാതെ ഓപ്പൺ ആക്കാം. SBI ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ കാണാം, കളക്ടറായിട്ട് നേരെ ഇതിലേക്കാണ് വരിക. ഇനി നമ്മുടെ വെബ്സൈറ്റ് നേരത്തെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞില്ലേ, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ നേരെ SBI കളക്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ്. ഇനി ഫീ പേയ്മെൻറ്റ് ബാധകമല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മളിവിടുന്ന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ഇതിൽ നമ്മൾ വന്നിട്ട് ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ പേജ് വരും. ഇനി അടുത്ത ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കർണാടക എന്നാണ് കേട്ടോ. സ്റ്റേറ്റ് ഫിൽറ്റർ ചെയ്താൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഫിൽറ്റർ ബൈ സ്റ്റേറ്റ് ഇത് കാണാം. ഇതിൽ നമ്മൾ കർണാടക സെലക്ട് ചെയ്യാം. അങ്ങനെ കർണാടക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെയാണ് സെർച്ച് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കാണാം. നാഷണൽ എയറോസ്പേസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാതെ സെർച്ച് ചെയ്യണം. ഇവിടെ ജസ്റ്റ് നാഷണൽ അടിച്ചു കൊടുത്താൽ തന്നെ അത് വരും. നാഷണൽ കണ്ടോ, നാഷണൽ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെ താഴെ ഇവിടെ കാണാൻ പറ്റും നെയിം ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് എന്നിട്ട് കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അവിടെ കർണാടക എന്നുണ്ടാവും. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പേയ്മെൻറ്റ് കാറ്റഗറി റിക്രൂട്ട്മെൻറ്റ് ഫീ എന്നുള്ളതാണ്. അഡ്വർടൈസ് നമ്പർ ഉണ്ട്. അഡ്വർടൈസ് നമ്പർ നമ്മുടെ ഇതില്ലേ, ജസ്റ്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, 5/2025 നമ്മൾ 5/2025 എന്ന് അടിച്ചെടുക്കുക. 9 വന്നത്, 5 5/2025. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ. ഇതാണ് ആപ്ലിക്കേഷൻ നമ്പർ. ഇത് നമ്മളിങ്ങനെ കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കംപ്ലീറ്റ്. പക്ഷേ ഈ ഒരു നമ്പർ നമുക്ക് മൊത്തമായിട്ട് ഈ ഒരു എന്താ പറയുക ലെറ്റർ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് എനേബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇത് മാത്രം അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അത് അടിച്ചു കൊടുക്കാൻ CSER NAL ഇത് കംപ്ലീറ്റ് അടിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുക. അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ ക്രോമാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്രോമിന് ചില സമയത്ത് ചില പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് അടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ നമ്പർ ഉണ്ടല്ലോ ഇവിടെ ബ്രാക്കറ്റിലിട്ടാൽ ഇത് കോപ്പി ചെയ്യാം. നമുക്ക് ന്യൂമറിക് ആയിട്ടുള്ള മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ആൽഫബറ്റ് അവിടെ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ് ഇവിടെ അടിച്ച് കംപ്ലീറ്റ് നിങ്ങളുടെ കംപ്ലീറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിതാ ഈ ബ്രാക്കറ്റിലിട്ടത് എടുക്കുക. ഓക്കെ, ബ്രാക്കറ്റിലിട്ട നമ്പർ എടുത്തിട്ട് നിങ്ങളത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പേരോട് അടിച്ചു കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പോസ്റ്റ് കോഡ് നമ്മൾ
അപ്ലൈ ചെയ്ത പോസ്റ്റ് കോഡ് ഉണ്ടല്ലോ, ഇതാണ് പോസ്റ്റ് കോഡ് വരുന്നത്. ഇതാ T101. ഓക്കെ, നമ്മളിവിടെ T101 അവിടെ അടിച്ചു കൊടുക്കാം. എമൗണ്ട് ഇവിടെ കാണിക്കും. റിമാർക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഒന്നുകൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് റിമാർക്സിൽ നമുക്ക് കംപ്ലീറ്റ് ഇതാ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇത് മൊത്തമായിട്ട് കോപ്പി ചെയ്യാം. ഞങ്ങൾ എളുപ്പത്തിന് നമുക്ക് റിമാർക്സിൽ ഈ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും വരും. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, റീടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ. പിന്നെ ഇവിടെ എന്താണ് ഇതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ റീഡ് ചെയ്തു. ഇവിടെ ഈ ക്യാപ്ച അടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പേയ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ നെക്സ്റ്റ് അടിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തും. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ, നിങ്ങൾ കറക്റ്റാണോ കൊടുത്തതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാം, അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അതർ പേയ്മെൻറ്റ് മോഡ്സ് എന്നാണ് ഇവിടെ കാണാം. ഈ അതർ പേയ്മെൻറ്റ് മോഡ്സിലും കൂടെ കാണാം, ക്ലിക്ക് ചെയ്യുക, UPI കാണാം കേട്ടോ. ഓക്കെ, UPI യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ATM കാർഡാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡെബിറ്റ് കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്താൽ നമുക്ക് UPI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന QR കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വെക്കാം. ഇവിടെ QR എന്നുള്ള എനേബിൾ ചെയ്താൽ QR കോഡ് ഇവിടെ കാണിക്കും. നമ്മൾ UPI അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് അടിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഇത് റീലോഡ് ചെയ്തിട്ട് അത് സക്സസ്ഫുള്ളി കാണിക്കും. എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും എന്താണ് ഫെയിൽ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, റെഫറൻസ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്കത് റീവെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഓർഡർ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ നിങ്ങൾ ആ നിശ്ചിത പ്ലേസിൽ വെച്ചിട്ട് സിംഗിൾ PDF ആക്കി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് പ്രിൻ്റ് എടുത്തിട്ട് കാരണം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, ഒരു ഡെമോ വീഡിയോ അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ പ്രിൻറ്റിൽ നിങ്ങൾ നോക്കാം ട്രാൻസാക്ഷൻ്റെ റെഫറൻസ് നമ്പർ ഉണ്ടാവും, ആ നമ്പറോട് അടിച്ചു കൊടുക്കണം. ഇനി ഡേറ്റ് ഉണ്ടാവും, നമ്മൾ എന്നാണോ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത് അതിൽ ആ ഡേറ്റ് മെൻഷൻ ഉണ്ടാവും, ആ ഡേറ്റോടെ കൊടുക്കാം. ഇതിന് എമൗണ്ട് 500 എന്നുള്ളത് കൊടുക്കാം. ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും റിമാർക്സിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫീ ബാധകമല്ലാത്ത SC/ST അതുപോലെ ഈ നമുക്ക് ഈ PWD കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ടല്ലോ, ഇവിടെ ഈ ഇത്രയും 0 1 2 3 4 5 6 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ എന്നുള്ളത് ഇത്രയും 0 നമ്മൾ ടൈപ്പ് ചെയ്യാം. ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഇല്ലേ, നമ്മളത് അവിടെ ഇട്ട് കൊടുക്കുക. എന്നാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഡേറ്റ്, കറണ്ട് ഡേറ്റ് ഇവിടെ കാണാം, കറണ്ട് അപ്ലിക്കേഷൻ ഡേറ്റ്. നിങ്ങൾ എന്നാണോ അപ്ലൈ ചെയ്യുന്ന ആ ഡേറ്റ് അവിടെ കൊടുക്കേണ്ടത്, അതായത് ഫീ ബാധകമല്ലാത്ത വിദ്യാർത്ഥികൾ. പിന്നെ എമൗണ്ട് എന്നുള്ളത് നിങ്ങളിതാ ഒരു 3 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 3 0 ഇട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് വരിക, ഫോട്ടോ സിഗ്നേച്ചർ. ബ്രൗസറിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യാം. എന്നതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ SBI കളക്ട് റെസിപ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, അത് റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കണം, അത് സ്കാൻ ചെയ്യണം. ബാക്കി ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതേ പ്രോപ്പറായുള്ള രീതിയിൽ ഞാൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പറായിട്ട് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ലൊരു ടൂൾ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അങ്ങനെ ഇമേജ് അല്ലെങ്കിൽ ഇമേജ് PDF ആക്കാനും അതുപോലെ തന്നെ മെർജ് ചെയ്യാനും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. നിങ്ങൾക്ക് മെർജ് ചെയ്ത് സിംഗിൾ PDF ഫയൽ എന്നുള്ള ഇവിടെയാണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ എന്താണ് I love PDF എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇവിടെ I love PDF എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം കൂടെ കാണാം I love PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നല്ലൊരു ഓൺലൈൻ ടൂളാണ്, നമുക്ക് മറ്റ് സോഫ്റ്റ്വെയറോ കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചിലപ്പോൾ നിങ്ങളടുത്ത് JPG നമ്മൾ സ്കാൻ ചെയ്ത് മൊബൈലിൽ ഫോട്ടോ എടുത്താണ് JPG അത് PDF ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. JPG ടു PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ മെർജ് ചെയ്യണമെങ്കിൽ എല്ലാം കൂടെ നമുക്ക് മെർജ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ട്, ഇതാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആ മെർജ് PDF എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഈ മെർജ് PDF എന്നുള്ള സെലക്ട് ഫയൽ കൊടുക്കാം. സെലക്ട് ഫയൽ കൊടുത്തിട്ട് ഇതിൽ എത്ര PDF നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ അപ്പോൾ 3 PDF അതിലെടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ആക്കാം. ഇതിലേക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് ഓർഡറിൽ വേണം, ഫസ്റ്റ് ഇത് ഇവിടെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെർജ് എന്ന് കൊടുത്താൽ നമുക്കിത് സിംഗിൾ PDF ആയിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾ സിംഗിൾ PDF ആക്കി കിട്ടി ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമ്മുടെ അപേക്ഷയിൽ നിങ്ങൾ ഇതാ ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഇതാ ഇവിടെ അപ്ലോഡ് മെർജ്ഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇതാ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഡിക്ലറേഷൻ ഇതാക്കിയിട്ട് പ്രിവ്യൂ കൊടുത്തിട്ട് കംപ്ലീറ്റ് നിങ്ങൾ നോക്കണം.
ഓക്കെ. പ്രിവ്യൂ കൊടുത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പ്രിവ്യൂ കൊടുത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യണം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രീവിയസ് കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് വെച്ചിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്